നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് പിക്ചർ. ഒരു സമചതുരമാണ് പുറത്തൂടുള്ളത് അല്ലേ, ഒരു സമചതുരം. അതിനകത്ത് ഒരു വൃത്തം വരച്ചിരിക്കുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സമചതുരത്തിൻ്റെ 4 വശങ്ങളെയും ടച്ച് ചെയ്താണ് പോയിരിക്കുന്നത് അല്ലേ. അപ്പം ഇതിൻ്റെ സെൻറ്റർ പോയിന്റിൽ ഈ വൃത്തവും സമചതുരവും മുട്ടുന്നുണ്ട്. ഈ വശത്തിൻ്റെ സെൻറ്റർ പോയിന്റിൽ ടച്ച് ചെയ്യുന്നു, ഇവിടെ അങ്ങനെ 4 വശത്തും ടച്ച് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ചോദ്യം ഇത്രയേ ഉള്ളൂ. ചോദ്യം ഇതാണ്, ഈ വൃത്തത്തിനകത്ത് ഡോട്ട് വൃത്തത്തിനകത്താവാനുള്ള സാധ്യത എന്ത്? അപ്പോൾ നമുക്ക് നോക്കാം. ഇതിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഇതാണ് സമചതുരത്തിൻ്റെ ഒരു വശമാണിത് അല്ലേ. ഇത് സമചതുരത്തിൻ്റെ ഒരു വശത്തിന് എന്താണ് നമ്മൾ പറയുന്നത്? എ എന്ന് പറയും. എ സമചതുരത്തിൻ്റെ ഒരു വശം എ. ഇനിയും അതേപോലെ തന്നെ ഈ വൃത്തം ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ വൃത്തത്തിൻ്റെ വ്യാസവും അതേ അളവായിരിക്കും അല്ലേ. വൃത്തത്തിൻ്റെ ഡയമീറ്റർ, അതായത് വൃത്തം ഇവിടെ സെൻറ്റർ പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ സമചതുരത്തിൻ്റെ ഒരു വശവും ഈ വൃത്തത്തിൻ്റെ ഡയമീറ്റർ വ്യാസവും ഒരേ അളവായിരിക്കും. ഇത് വൃത്തത്തിൻ്റെ വ്യാസമാണ്. അപ്പം വൃത്തത്തിൻ്റെ വ്യാസം എന്ന് പറയുന്നത് എന്നതും സമചതുരത്തിൻ്റെ ഒരു വശവും ഒരേ അളവാണ്. ഡി എന്ന് പറഞ്ഞാൽ വ്യാസമാണ്, എ എന്ന് പറഞ്ഞാൽ സമചതുരത്തിൻ്റെ ഒരു വശം. സമചതുരത്തിൻ്റെ ഒരു വശം എ, വൃത്തത്തിൻ്റെ സർക്കിളിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം ഡി അല്ലേ. നമുക്ക് ഇത് രണ്ടിൻ്റെയും ഏരിയകൾ കാണണം. അങ്ങനെയാണ് നമ്മൾ പ്രോബബിലിറ്റി നോക്കുന്നത്. അപ്പം ഏരിയ കാണണമെങ്കിൽ നമുക്ക് ആറാണ് വേണ്ടത് അല്ലേ. ആരമല്ലേ വേണ്ടത്, ഡയമീറ്റർ വെച്ചല്ലല്ലോ ചെയ്യുന്നത്. അപ്പം ഡയമീറ്റർ ഇസിക്കൽ ടു എ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആരം ആർ എന്തായിരിക്കും? ഞാൻ ഇങ്ങനെ പറഞ്ഞുതരാം. ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ളൂ ആരം. ഇത് എ എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ളുണ്ട്. അപ്പം ഇതിൻ്റെ നേരെ പകുതിയല്ലേ അല്ലേ. അപ്പം നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. 6 എന്ന് പറഞ്ഞാൽ എന്തെടുക്കാം? a/2 എന്നെടുക്കാം അല്ലേ. അങ്ങനെ ചെയ്താലേ ഇത് കിട്ടത്തുള്ളൂ. അപ്പം ഒരു എ ഇവിടെ തൊട്ട് ഇവിടെ വരെ അതേ അളവാണ് ഡി. ഡയമീറ്ററും ഈ സമചതുരത്തിൻ്റെ ഒരു വശം എയും ഈക്വലാണ്. നമുക്ക് വേണ്ടത് വൃത്തത്തിൽ നിന്നും ആരമാണ് വേണ്ടത്, റേഡിയസ് ആണ് വേണ്ടത്. അപ്പം അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഈ നമ്മൾ ഡയമീറ്ററിൻ്റെ പകുതിയാണ്, അതുകൊണ്ട് തന്നെ എയുടെയും പകുതിയാണ്. ആരം നമുക്ക് a/2 എന്ന് ഇവിടെ എടുക്കണം. ഇനിയും നമ്മൾ പ്രോബബിലിറ്റി എഴുതുന്നത് നമുക്ക് ഇതാണ് ഡോട്ടഡ് ഏരിയ നമ്മുടെ കേട്ടോ, ഈ വൃത്തമാണ്. അപ്പം നമ്മുടെ സെലക്റ്റഡ് ഏരിയ അല്ലേ നമ്മൾ മേളിൽ എഴുതേണ്ടത്. Probability of being dot in the circle. ഡോട്ട് സർക്കിളിനാവാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ എഴുതുന്നത്. അപ്പം നമ്മുടെ ഫേവറബിൾ ഏരിയ എന്ന് പറഞ്ഞാൽ സർക്കിളാണ്, ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ സ്ക്വയറാണ്. അപ്പം നമ്മൾ എഴുതുക പ്രോബബിലിറ്റി ഓഫ് ബീങ് ഡോട്ട് ഇൻ ദ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് സർക്കിൾ, അതാണ് നമ്മുടെ ഫേവറബിൾ ഔട്ട്കംസ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് സ്ക്വയർ. അപ്പം ഏരിയ ഓഫ് സർക്കിൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് സ്ക്വയർ. സർക്കിളിൻ്റെ ഏരിയ കാണുന്നതിനുള്ള വാക്യം എന്താണ്? πr² ആണ്. πr² ഡിവൈഡഡ് ബൈ സ്ക്വയറിൻ്റെ ഏരിയ എന്താണ്? a² ആണ്. ഇതൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. വൃത്തം അല്ലെങ്കിൽ സർക്കിളിൻ്റെ പരപ്പളവ് πr², അതുപോലെ തന്നെ സമചതുരത്തിൻ്റെ ഏരിയ a² ആണ്. അപ്പം നമുക്ക് ഇത് രണ്ടും a ആക്കിയാലേ പറ്റുള്ളൂ. അപ്പം നമ്മൾ അതിനാണ് ആറിനെ നമ്മൾ വേറൊരു വില കണ്ടുപിടിച്ചാൽ എന്താണ് ഇതിനെ എടുക്കേണ്ടത്? a/2 എന്ന് എടുക്കണം അല്ലേ. അപ്പോൾ π × a/2 സ്ക്വയറിന് എഴുതും, ആറിന് പകരം. r² എന്നുള്ളതിന് പകരം a/2 സ്ക്വയറിന് എഴുതുക, ഡിവൈഡഡ് ബൈ a² എന്നാവും. ഇനിയും π ×
a/2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? a/2 ഇൻറ്റു a/2 ആണ്. പൈ ഇൻറ്റു a/2 ഇൻറ്റു a/2 ഡിവൈഡഡ് ബൈ a സ്ക്വയർ അല്ലേ? അപ്പോൾ ഇനി ഇത് തമ്മിൽ ഗുണിക്കണം. പൈ ഇൻറ്റു എ സ്ക്വയർ ബൈ 4. ഈ പൈ ഇൻറ്റു എ എത്രയാണ്? ഇവിടെ ഇതില്ല കേട്ടോ. ഓക്കെ, പൈ ഇൻറ്റു എ സ്ക്വയർ 2 ഇൻറ്റു 2 4. അപ്പം പൈ ഇൻറ്റു a/2 ഇൻറ്റു a/2 എന്നുള്ള നമ്മൾ എഴുതും a സ്ക്വയർ ബൈ 4 ഡിവൈഡഡ് ബൈ a സ്ക്വയർ. ഇനി ഇതിപ്പോൾ ഏകദേശം ഒരു ഭിന്നസംഖ്യ പോലെ ആയില്ലേ? ഇത് a സ്ക്വയർ ഡിവൈഡഡ് ബൈ a സ്ക്വയർ എന്നാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ഇൻറ്റു എൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഇൻറ്റു ചെയ്യും. അപ്പം പൈ ഇൻറ്റു എ സ്ക്വയർ ബൈ 4 അത് മേളിൽ, താഴെ എ സ്ക്വയർ ആണ് അല്ലേ? വെറും എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ബൈ 1 എന്നാണ്. അതിൻ്റെ റെസിപ്രോക്കൽ എന്താണ് വരുന്നത്? അല്ലെങ്കിൽ വ്യുൽക്രമം എന്താണ്? 1 ബൈ എ സ്ക്വയർ എന്നാണ് വരുന്നത്. നമ്മൾ ഭിന്നസംഖ്യകൾ ഹരിക്കുന്നതിന് എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ വ്യുൽക്രമം കൊണ്ട് ഗുണിക്കണമെന്ന് പഠിച്ചിട്ടില്ലേ? റെസിപ്രോക്കൽ കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ ഇത് എ സ്ക്വയറിൻ്റെ റെസിപ്രോക്കൽ എന്ത് വരും? 1 ബൈ എ സ്ക്വയർ എന്ന് വരും. മനസ്സിലായോ? നമ്മൾ ഈ എ സ്ക്വയറോട് അത് ക്യാൻസൽ ചെയ്യും. പിന്നെ മേളിൽ എന്തുണ്ട്? പൈ ഇൻറ്റു 1 പൈ ആണ്, താഴെ 4 പൈ ബൈ 4 എന്നാണ് എൻ്റെ ആൻസർ. പൈ ബൈ 4 എന്നാണ് എൻ്റെ ആൻസർ. പ്രോബബിലിറ്റി ഒന്നുകൂടെ പറയാം. നമ്മൾ സമചതുരത്തിൻ്റെ ഒരു വശവും വൃത്തത്തിൻ്റെ വ്യാസവും ഒരേ അളവാണ്. നമുക്ക് വൃത്തത്തിൻ്റെ വ്യാസമല്ല ഫോർമുലയ്ക്കകത്ത് വേണ്ടത്, ആരമാണ് വേണ്ടത് അല്ലേ? അപ്പോൾ ആരം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഡയമീറ്ററിൻ്റെ നേരെ പകുതി എഴുതും. അപ്പം ആരം എന്ന് പറഞ്ഞാൽ d/2 ആണ് ശരിക്കും. അപ്പോൾ നമ്മളിവിടെ ഡിയും എയും ഒരുപോലെ ആയതുകൊണ്ട് നമ്മൾ a/2 എന്ന് എടുക്കണം. എന്നാലേ ഇവിടെ ഇത് കട്ട് ചെയ്ത് പോകണ്ടേ. അതുകൊണ്ടാണ് എയിലോട്ടാക്കുന്നത് രണ്ടിനെയും കൂടെ. ഇപ്പോൾ ഇവിടെ ആറെന്ന് തന്നെ കിടന്നാൽ ആറും എയുടെ ക്യാൻസൽ ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ആറിനെ a/2 എന്ന് എഴുതും. അത് എ ഇത് ഇവിടെ തൊട്ട് ഇവിടെ വരെയാണ്. എയും ഈ ഡിയും ഈക്വലാണ്. അപ്പം ഡിയുടെ പകുതിയാണ് 6. അതുകൊണ്ട് തന്നെ 6 ഈ കേസിൽ എന്താണ്? എയുടെയും പകുതിയാണ്. അപ്പം നമ്മൾ എഴുതി r = a/2 എന്ന് എഴുതി. ഇനിയും നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ ഷെയ്ഡഡ് ഏരിയയിൽ ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് നോക്കാതെ ഡോട്ട് ഇട്ടാൽ അത് ഷെയ്ഡഡ് ഏരിയയിലാകാം, അല്ലെങ്കിൽ ഈ വൃത്തത്തിലാവാനുള്ള ചാൻസ് എന്തെന്നാണ് ചോദ്യം. വൃത്തത്തിലാവാനുള്ള ചാൻസ്. അപ്പം വൃത്തത്തിലാവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഫേവറബിൾ ഔട്ട്കം വൃത്തമാണ് അല്ലേ? അതിൻ്റെ ടോട്ടൽ ഔട്ട്കം എന്ന് പറഞ്ഞത് പുറത്തുകൂടെയുള്ള ഈ സമചതുരമാണ്. അപ്പം നമ്മൾ ഏരിയയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഫേവറബിൾ ഔട്ട്കം എന്നുള്ളിടത്ത് നമ്മൾ എന്ത് എഴുതും? ഏരിയ ഓഫ് സർക്കിൾ എഴുതും. ടോട്ടൽ ഔട്ട്കം എന്നുള്ളിടത്ത് ഏരിയ ഓഫ് സ്ക്വയർ എഴുതും. അതിൻ്റെ ശരിയായ വാക്യം എഴുതുക. സർക്കിളിൻ്റെ ഏരിയ കാണാനുള്ള വാക്യം പൈ r സ്ക്വയർ ആണ്, ഡിവൈഡഡ് ബൈ സ്ക്വയറിൻ്റെ ഏരിയ കാണാൻ a സ്ക്വയർ എന്നാണ്. അപ്പോൾ ഇവിടെ ആറും എയും കൂടെ കിടന്നാൽ നമുക്കത് ക്യാൻസൽ ചെയ്യാനോ ചെറുതാക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ആറിന് പകരം ഞാൻ എന്ത് എഴുതിയായിരുന്നു? a/2 എന്ന് എഴുതാമെന്ന് പറഞ്ഞു. ഇപ്പോൾ r സ്ക്വയർ എന്നുള്ളിടത്ത് നമ്മൾ a/2 സ്ക്വയർ എന്ന് എഴുതുന്നു. ഡിവൈഡഡ് ബൈ a സ്ക്വയർ അതുപോലെ തന്നെ. വീണ്ടും ഇതിനെ പൈ ഇൻറ്റു a/2 ഇൻറ്റു a/2 അല്ലേ? സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 തവണ എഴുതണം. a/2 ഇൻറ്റു a/2 ഡിവൈഡഡ് ബൈ a സ്ക്വയർ. ഇനി ഇതിനെ ഗുണിക്കുക. പൈ ഇൻറ്റു a സ്ക്വയർ, താഴത്തെ സംഖ്യ 2 ഇൻറ്റു 2 4 പൈ ഇൻറ്റു a സ്ക്വയർ ബൈ 4 ഡിവൈഡഡ് ബൈ a സ്ക്വയർ. ഇനിയും ഇത് ഭിന്നസംഖ്യ രൂപത്തിലായി. നമ്മൾ താഴെ ഒരു a സ്ക്വയർ ഉണ്ട്, അതിനെ മേളിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യണം? ഗുണിക്കണം. വ്യുൽക്രമം കൊണ്ട് ഗുണിക്കണം. അപ്പോൾ a സ്ക്വയറിൻ്റെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ 1 ബൈ a സ്ക്വയർ ആണ്. അപ്പം 1 ബൈ a സ്ക്വയറിന് എഴുതുന്നു. a സ്ക്വയറും വെട്ടിപ്പോകും, ക്യാൻസലായി പോയിട്ട് മേളിൽ പൈ ഇൻറ്റു 1 അല്ലേ? പൈ വരുന്നു, താഴെ 4 വരുന്നു. ആൻസർ പൈ ബൈ 4. നമുക്കിവിടെ ഫേവറബിൾ ഔട്ട്കം എന്നുള്ളത് സർക്കിളാണ്. സർക്കിളിൻ്റെ ഏരിയ അതാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. ഏരിയ ഓഫ് സർക്കിൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് സ്ക്വയർ അല്ലേ? ഇതാണ് പ്രോബബിലിറ്റി. അപ്പം പ്രോബബിലിറ്റി കാണാനുള്ള വാക്യം എന്താണ്? സർക്കിളിൻ്റെ ഏരിയ ഡിവൈഡഡ് ബൈ സ്ക്വയർ. അപ്പം നമ്മൾ മുമ്പേ ചെയ്തത് നേരെ തിരിച്ചായിരുന്നു. ഒന്നുകൂടെ നമുക്ക് എഴുതി നോക്കാം. സർക്കിളിൻ്റെ വാക്യം പൈ r സ്ക്വയർ ഡിവൈഡഡ് ബൈ സ്ക്വയർ ആണെങ്കിൽ a സ്ക്വയർ അല്ലേ? a സ്ക്വയർ.
നമ്മൾ മുമ്പ് എന്താ ചെയ്തത്? നമ്മൾ 6നെ അങ്ങ് ഒഴിവാക്കി. 6ന് പകരം നമ്മൾ എന്തെഴുതി? a/2 എന്ന് എഴുതി. മുമ്പ് നമ്മൾ എഴുതിയത് 6ന് പകരം 6 ഇവിടുന്ന് പകുതിയാണ്, ഇവിടെ തൊട്ട് ഇവിടെ വരിക. a ആണ് ഇത് ഫുള്ള്. നമ്മൾ മുമ്പേ a/2 എന്ന് എഴുതി അല്ലേ? 6ന് a/2 എന്ന് എഴുതി. അപ്പം നമ്മളിവിടെ 6 ഉപയോഗിച്ചേ ഇല്ല. 6ന് പകരം a/2 π × a/2 സ്ക്വയർ എന്നായിരുന്നു. നേരെ തിരിച്ചും എഴുതാം, അതായിരിക്കും ഇച്ചിരി കൂടെ എളുപ്പം. അപ്പം നമുക്ക് നമുക്ക് 6ലോട്ടാക്കാം. അപ്പം 6 ഇത്രയുണ്ട്, a ഇതിൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തെഴുതാം? ക്ക് പകരം എന്തെഴുതാം? a ഇത് ഫുള്ളാണ് അല്ലേ? ഇതിൻ്റെ പകുതിയാണ് 6. അങ്ങനെയെങ്കിൽ നമുക്ക് a ഒഴിവാക്കുമ്പോഴത്തെ എന്തെഴുതി? a = 2r എന്ന് എഴുതാൻ പറ്റത്തില്ലേ? ഈ ആരം എത്രയാണോ അതിൻ്റെ ഇരട്ടിയാണ് a അല്ലേ? ആരം എത്ര വരുന്നുണ്ട്? അതിൻ്റെ ഇരട്ടിയാണ് a. അപ്പോൾ a എന്ന് പറഞ്ഞാൽ ആരത്തിനെ 2 കൊണ്ട് ഗുണിക്കുന്നതാണ്. അപ്പോൾ ഇത് വെച്ച് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടി എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം π × r², r അതുപോലെ തന്നെ എഴുതുക. π × r² ഡിവൈഡഡ് ബൈ a നമ്മൾ എന്തെഴുതും? 2r എന്ന് എഴുതും. 2r² അല്ലേ? അപ്പം ഇനി എഴുതുമ്പോഴത്തേക്കും π × r × r, π × r × r² എന്നുള്ളത് 2r² എന്നുള്ളതിന് എന്നെ എഴുതാം? 2r × 2r, 2r × 2r, 2r × 2r എന്ന് എഴുതാം അല്ലേ? എന്നിട്ട് നമുക്ക് ഇവിടെ r × r, ഇവിടെ 2r × r, ഈ ആറും കൂടെ വെട്ടാം, ഈ ആറും കൂടെയും വെട്ടാം. മേളിൽ എന്ത് മാത്രമേ ഉള്ളൂ മിച്ചം? π മാത്രമേ ഉള്ളൂ. താഴെ 2 × 2 4 എന്ന് വരും, π/4. ഇതേ ആൻസർ തന്നെ മുമ്പേ കിട്ടിയത്. മുമ്പേ നമ്മൾ എന്താണ് 6നെ ഒഴിവാക്കിയിട്ട് 6ന് പകരം a/2 എന്ന് എഴുതി അല്ലേ? അപ്പം ഇവിടെ a/2 എന്ന് എഴുതി അങ്ങനെ ചെയ്തു. ഇനിയും നേരെ തിരിച്ചു എഴുതാം. നമുക്ക് എന്ത് ചെയ്ത്? a ഒഴിവാക്കി, aക്ക് പകരം 2r എന്ന് എഴുതാം. അതായത് റേഡിയസിൻ്റെ നേരെ ഇരട്ടിയാണ് a. അപ്പോൾ അങ്ങനെ എഴുതുമ്പോഴത്തേക്ക് എനിക്കൊന്ന് കാൽക്കുലേഷൻ കുറച്ചുകൂടി എളുപ്പമുണ്ടെന്ന് തോന്നുന്നു. π × r² ഡിവൈഡഡ് ബൈ a², π × r² ഡിവൈഡഡ് ബൈ 2r², π × r × r ഡിവൈഡഡ് ബൈ 2r × 2r. ആറും വെട്ടിപ്പോയിട്ട് π മേളിൽ, താഴെ 2 × 2 4. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇത് നേരെ തിരിച്ചാണ്. മുമ്പേ സമചതുരം പുറത്തും വൃത്തം അകത്തുമായിരുന്നു. ഇത് തിരിഞ്ഞ് വൃത്തം പുറത്ത്, സമചതുരം അതിൻ്റെ അകത്ത് അല്ലേ? ഇനിയും ചോദ്യം ഇത് തന്നെയാണ്. ഈ സമചതുരമാണ് ഷെയ്ഡ്, സമചതുരത്തിലാവാനുള്ള പ്രോബബിലിറ്റി എന്നാണ്. നമ്മളൊരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് സമചതുരത്തിലാകാനുള്ള സാധ്യത. അപ്പം നമുക്ക് നോക്കാം. ഇതിനകത്ത് ആകെ തന്നിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഈ സമചതുരത്തിൻ്റെ ഒരു വശം 2 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. സമചതുരത്തിൻ്റെ ഒരു വശം, സമചതുരത്തിൻ്റെ ഒരു വശം 2 ആണെങ്കിൽ എല്ലാ വശങ്ങളും 2 തന്നെയായിരിക്കും അല്ലേ? സമചതുരം എന്ന് പറയുമ്പോൾ എല്ലാ വശങ്ങളും തുല്യമാണ്. അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന ഈ വൃത്തവും ഈ സമചതുരവും തമ്മിൽ എന്തെങ്കിലും ബന്ധം. മുമ്പേ നമുക്ക് എന്താണ് വൃത്തം അകത്തായിരുന്നുകൊണ്ട് നമ്മൾ ആ ചതുരത്തിൻ്റെ വശവും ആ വൃത്തത്തിൻ്റെ വ്യാസവും ഒരുപോലെയാണെന്ന് കണ്ടുപിടിച്ചു. ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വൃത്തത്തിൻ്റെ ആരവോ വ്യാസമോ അല്ലെങ്കിൽ ഈ സമചതുരത്തിന് എന്തെങ്കിലും സംഭവമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുമോ? എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. എന്താ ചെയ്ത് നോക്കിയേ, ഈ സമചതുരത്തിൻ്റെ നമുക്ക് കോണോട് കോൺ ഇങ്ങനെ വരയ്ക്കുക. അതിന് വികരണം എന്ന് പറയും. വികരണം. ഈ സമചതുരത്തിൻ്റെ കോണോട് കോണ് വരയ്ക്കുക. ഇതാണ് സംഭവം. ഇതിന് എന്താണ്? ഡയഗണൽ ഡി എന്ന് പറയും അല്ലേ? വികരണം. അപ്പോൾ ഇതിപ്പം ഒരു സമചതുരത്തിൻ്റെ ഈ വികരണം നോക്കിയേ, വൃത്തത്തിൻ്റെ ഒരു ഇതിൽ നിന്ന് വേറൊരു ഇതിലേക്ക് പോകുന്നുണ്ട്. അത് വൃത്ത കേന്ദ്രത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് തന്നാൽ ഈ സമചതുരത്തിൻ്റെ വികരണവും നമ്മുടെ വൃത്തത്തിൻ്റെ വ്യാസവും തുല്യമാണെന്നാണ്. അപ്പോൾ ഇവിടെ 2 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ആകെ എഴുതിയിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ഈ ഒരു വശം 2 സെൻറ്റിമീറ്റർ ആണ് എ അല്ലേ? ഇത് 2 ആണെങ്കിൽ ഇതും എത്രയാണ്? 2 ആണ്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ഒരു മട്ടത്രികോണമാണിത് അല്ലേ? ഇതൊരു മട്ടത്രികോണമാണ്. ഇവിടെ 90 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് മട്ടത്രികോണത്തിൻ്റെ ഇതെന്താണ്? ഇത് പാദമാണ്,
ഇത് ലംബമാണ്, ഇത് കർണമാണ്. അപ്പോൾ നമുക്ക് കർണം കണ്ടുപിടിക്കണം. കർണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. നമുക്ക് ഇതിന്റെ കർണത്തിന് ഹൈപ്പോട്ടന്യൂസ്, പാദത്തിന് എന്താണ് അഡ്ജസൻറ്റ് സൈഡ്, ലംബം ഓപ്പോസിറ്റ് സൈഡ്, ഇങ്ങനെയൊക്കെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് അല്ലേ. അപ്പോൾ അത് ഇംഗ്ലീഷ് മീഡിയംകാർ ആ വാക്കുകൾ അറിയാമെന്ന് വിചാരിക്കുന്നു. കാരണം എന്താണ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്നാണ്. ഇത് പാദവും ലംബവും ഒക്കെ രണ്ടാണ്. അപ്പോൾ കർണം കണ്ടുപിടിക്കാൻ என்ன ചെയ്യണം? റൂട്ട് ഓഫ് പാദം 2ആണ്, 2ന്റെ സ്ക്വയർ പ്ലസ് ലംബവും 2ആണ്, അവിടെയും 2ന്റെ സ്ക്വയർ. അപ്പം റൂട്ട് ഓഫ് 2ന്റെ സ്ക്വയർ എത്രയാണ്? 4 അല്ലേ. 4 പ്ലസ് 4 ആണ് റൂട്ട് 8 എന്ന് വരും. റൂട്ട് 8. ഇതിനെ എന്ത് ചെയ്യാം? നമുക്ക് ഫാക്ടറൈസ് ചെയ്യാമല്ലോ. 2 കൊണ്ട് ചെയ്യുമ്പോൾ 4, വീണ്ടും 2 കൊണ്ട് ചെയ്യുമ്പോൾ 2 അല്ലേ. ഇതിനെ ഘടകങ്ങളാക്കി എഴുതി. 8നെ 2 കൊണ്ട് വെച്ചു 4 കിട്ടി, 4നെ 2 കൊണ്ട് വെച്ചു 2 കിട്ടി. അതായത് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ആണ് 8 അല്ലേ. അപ്പം നമുക്ക് റൂട്ടിനകത്ത് അങ്ങനെ എഴുതാം. റൂട്ട് ഓഫ് 2 ഇൻറ്റു 2 ഇൻറ്റു 2. റൂട്ട് 8 എന്ന് പറഞ്ഞാൽ 2 ഗുണം 2 ഗുണം 2 ആണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് 2 റൂട്ടിനകത്ത് വന്നാൽ ഒരെണ്ണം നമുക്ക് പുറത്തേക്ക് എടുക്കാം അല്ലേ. അപ്പോൾ ആൻസർ വന്നു. ഈ 2 എണ്ണത്തിന് പകരം ഒരെണ്ണം റൂട്ടിന് പുറത്ത് വന്നു, ഒരെണ്ണം റൂട്ടിനകത്ത് തന്നെ ഉണ്ട്. അപ്പം ഉത്തരം 2√2 എന്നാണ്. നോക്കുക, പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, പാദവും ലംബവും 2ആണ്. 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ, 2ന്റെ സ്ക്വയർ 4, 4ഉം 4ഉം 8 എന്ന് വരും. റൂട്ട് 8. ഇപ്പോൾ റൂട്ട് 8 എത്രയാണ്? അതൊരു പൂർണ്ണവർഗ്ഗം അല്ല. അപ്പം നമ്മൾ ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യണം, ഇതിനെ ഘടകങ്ങളാക്കി എഴുതണം. 8നെ 2 കൊണ്ട് വെച്ച് 4, 4നെ 2 കൊണ്ട് വെച്ച് 2. അപ്പം റൂട്ടിനകത്ത് 2 ഗുണം 2 ഗുണം 2 എന്നാണ്. നമുക്കറിയാം റൂട്ടിനകത്ത് ഒരേ സംഖ്യ 2 തവണ വന്നാൽ അതിലൊരെണ്ണം പുറത്തെടുക്കാം, പിന്നെ അതില്ല. അപ്പോൾ ഇതിന് പകരം നമ്മൾ ഒരെണ്ണം പുറത്തേക്ക് എടുത്തു, പിന്നെ ഇനി ഇതില്ല, പിന്നെ ബാക്കിയുള്ളത് ആകെ ഒരു 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് 2√2 എന്ന് എഴുതി. അപ്പോൾ ഇവിടെ വികരണം കിട്ടി. 2√2 ആണ് ഇതിൻ്റെ അളവ്. 2√2 ഈ സംഭവം വികരണം. അത് തന്നെയാണ് എന്ത്? വൃത്തത്തിൻ്റെ വ്യാസം അല്ലേ. അപ്പോൾ വൃത്തത്തിൻ്റെ വ്യാസം അല്ലെങ്കിൽ ഡി എത്രയാണ് ഇവിടെ? 2√2 ആണ്. 2√2 അല്ലേ. അങ്ങനെയാണെങ്കിൽ ആരം എത്ര വരും? ആരം അല്ലെങ്കിൽ റേഡിയസ് എത്ര വരും? 2√2/2 അല്ലേ. അതായത് വ്യാസത്തിന്റെ നേരെ പകുതിയാണ് ആരം. വ്യാസത്തിന് 2 കൊണ്ട് വെച്ചാൽ മതി. അപ്പം എന്ത് ചെയ്യും? ഈ 2 കൂടെ പോയിട്ട് ആരമായിട്ട് എത്രയാണ് കിട്ടുന്നത്? നമുക്ക് √2 ആണ് ആരം. ഇത്രയും മനസ്സിലായല്ലോ. ഇനിയും നമുക്ക് നമ്മുടെ പ്രോബബിലിറ്റി ചെയ്യണം. എന്താണ് പ്രോബബിലിറ്റി? എന്താണ്? ഈ സ്ക്വയറിനകത്ത് വീഴാനുള്ള സാധ്യതയെന്നാണ് അല്ലേ. അപ്പം സ്ക്വയറിന്റെ ഏരിയ ബൈ വൃത്തത്തിന്റെ ഏരിയ എന്നാണ് വരുന്നത്. ഏരിയ ഓഫ് സ്ക്വയർ divided by area of സ്ക്വയറിൻ്റെ ഏരിയ ശരിക്കുള്ള വാക്യം എന്താണ്? എ സ്ക്വയർ അല്ലേ. എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്താണ്? ഏരിയ ഓഫ് സർക്കിൾ എന്താണ്? πr സ്ക്വയർ. ഓക്കെ. അപ്പോൾ എ സ്ക്വയർ എന്നുള്ളത് നമ്മൾ എന്ത് വിലയിടും? എ എത്രയാണ് ഇവിടെ? 2 ആണ്. അപ്പം 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു ആർ എത്രയാണ്? √2 ആണ്. √2 സ്ക്വയർ അല്ലേ. √2ൻ്റെ സ്ക്വയർ വരും. അപ്പം 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4 ബൈ പൈ ഇൻറ്റു √2ൻ്റെ സ്ക്വയർ എത്ര? √2 ഇൻറ്റു 2 എത്രയാണ്? സോറി, √2 ഇൻറ്റു √2 എത്ര? 2 ആകും അല്ലേ. അപ്പം പൈ ഇൻറ്റു 2 എന്ന് വരും. ഇതാണ് അതിൻ്റെ ഇത്. √2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ √2 ഇൻറ്റു √2 ആണ്.
അതിന് റൂട്ടിനകത്ത് 2 എണ്ണം വരുമ്പോൾ ഒരെണ്ണം പുറത്തോട്ട് എടുക്കാം അല്ലേ. അപ്പം 2 ആണ് ഉത്തരം. അപ്പം പൈ ഇൻറ്റു 2, ഈ 2ഉം 4ഉം കൂടെ നമ്മൾ വെട്ടുമ്പോൾ മേളിൽ 2 എന്ന് വരും. ആൻസർ 2/π. ഇതാണ് ഇതിൻ്റെ പ്രോബബിലിറ്റി. ഇത് പൈ ആണ് കേട്ടോ, 2/π.